കഥാപാത്രങ്ങൾക്ക് ഈ ഹാളിലിരിക്കുന്ന ആരെങ്കിലുമായി സാദൃശ്യമുണ്ടെങ്കിൽ അത് തികച്ചും മനഃപൂർവ്വമാണ്. നിങ്ങളുടെ താരമൂല്യം ചൂഷണം ചെയ്യുക എന്ന് മാത്രമായിരുന്നു ഞങ്ങൾ ഉദ്ദേശം. ഞങ്ങൾ ആരംഭിക്കട്ടെ. രണ്ടാമത് നാടകം തങ്കബലി. ഇതൊരു സിനിമാ കഥയല്ല, സിനിമാ കമ്പനിയുടെ കഥയാണ്. ഐഫ്ലയർസ് എന്ന സിനിമാ കമ്പനിയുടെ കഥ. പറക്കും തളിക പിക്ചേഴ്സ് എന്ന ബാനറിൽ ഐഫ്ലയർസ് എത്രയോ പടങ്ങൾ എടുത്തിരിക്കുന്നു. എത്രയോ എന്ന് പറഞ്ഞാൽ ഒരു 10-12. പണ്ട് ഷോലെ, ഒരു വടക്കൻ വീരഗാഥ, ചിത്രം പോലുള്ള എത്രയോ പടങ്ങൾ പിടിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണിത്. ഇപ്പോൾ ചെറിയ ചെറിയ സീരിയലുകൾ പിടിച്ച് ജീവിച്ചു പോകുന്നു. നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ ഒരു ഹൈ ബഡ്ജറ്റ് പടം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സംഘം ആളുകളിൽ നിന്ന് തുടങ്ങാം നമ്മുടെ ഈ യാത്ര. ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞത് കൊണ്ട് സ്വപ്പം കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാണ്. കഴിഞ്ഞ അറിയിപ്പ് ഇങ്ങനെ ആയിപ്പോയി. അതെ, ആധുനികമായ ഒരു സിനിമാ കമ്പനിയുടെ തിരക്കേറിയ ഒരു ദിവസത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇതുകൊണ്ട് ഇങ്ങനെയൊരു പ്രയോജനം ഉണ്ടായല്ലോ. ഒന്നുമില്ല, ഈച്ചയെ ഓടിക്കാം. ഡയറക്ടർ തങ്കപ്പൻ, എന്താണ് ജപ്പാൻ ചാനലുകാരുടെ പ്രശ്നം? ഇന്നലെ ലവ്മാര് നമ്മുടെ മുതലാളിയെ വിളിച്ച് ചീത്ത പറഞ്ഞു എന്നറിഞ്ഞു. വാട്ട് ഈസ് ദ എക്സാക്ട് പ്ലോട്ട് ബ്രോ? അത് പറഞ്ഞ വൻ കോമഡിയാണ് ജേഷ് ജെ. ആ ജപ്പാൻ സീരിയലിൽ അറിയാതെ കൊറിയൻ ഡബിങ് ആയിപ്പോയി. അതൊരു ചെറിയ പ്രോബ്ലം അല്ലേ ഡയറക്ടർ വിശ്വദാസ്? അതെ അതെ, കീ ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ സീരിയൽ ഇപ്പോഴും എയർ ചെയ്യുന്നുണ്ട്. പിന്നെ കൊറിയൻ ഡബിങ് ആയതുകൊണ്ട് ജപ്പാനീസ് സബ് ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ നിങ്ങൾ ടിവിയുടെ വോളിയം കുറച്ച് വെച്ച് സബ് ടൈറ്റിൽ ശ്രദ്ധിക്കുക. എന്നൊരു സ്ക്രോളും ഇടയ്ക്കിടയ്ക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മളെ സമ്മതിക്കണമല്ലേ? ജപ്പാനീസ് സീരിയൽ ജപ്പാനീസ് സബ് ടൈറ്റിൽ ഇട്ട് കാണുന്നതല്ലേ? ഭാഗ്യം അവന്മാര് മുതലാളിയെ തല്ലിയില്ലല്ലോ. എന്താ തങ്കപ്പ എപ്പോഴും ഈ വെണ്ണില ചാനലിൽ മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? കുറെയൊക്കെ അമ്മാരുടെ കുഴപ്പമാണ്, ഒന്നിനും സമയം തരില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ കഥ പറയാം. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കണ്ടുമുട്ടുന്നു. അവർ പ്രണയത്തിലാകുന്നു. വീട്ടുകാരുടെ എതിർപ്പ്, നാട്ടുകാരുടെ എതിർപ്പ്. ഒടുവിൽ അവർ വിവാഹിതരാകുന്നു. 2 വർഷം കഴിഞ്ഞ് അവർക്ക് കുഞ്ഞ് ജനിക്കുന്നു. പിന്നീട് ആ കുഞ്ഞ് വളർന്ന് വലുതാകുന്നു. ഇതൊക്കെ കാണിക്കാൻ സാധാരണ ഒരു 3 വർഷം വരെ എടുക്കും. ആ സീബ്ര പ്രൊഡക്ഷൻസോ അമീബ പ്രൊഡക്ഷൻസോ ആണ് ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ പെണ്ണ് പ്രസവിക്കാൻ തന്നെ 2 വർഷം എടുക്കും. പക്ഷെ വെണ്ണില ടിവിക്ക് ഇതൊക്കെ 5 എപ്പിസോഡിൽ തീർക്കണം. അങ്ങനെ തട്ടിക്കൂട്ടുമ്പോ ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കും. എക്സ്ക്യൂസ് മീ, പറക്കും തളിക പിക്ചേഴ്സ് അല്ലേ? യു ഫ്ലൈ? യെസ്, ഐ ഫ്ലൈ. ഇതാരായിരുന്നു? ഇയാളെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടൊരു ഡയറക്ടറിനെ പോലെയൊക്കെ ഉണ്ടല്ലോ. ഞാൻ രാജമൗലി. ഏത് മഗധീരയുടെയും ഈച്ചയുടെയൊക്കെ ഡയറക്ടറോ? അതെ അതെ, പറയൂ. എൻ്റെ കയ്യിലൊരു കഥയുണ്ട്. പക്ഷേ അത് പിടിക്കാനുള്ള ടെക്നിക്കൽ കോമ്പിറ്റൻസി എനിക്കില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് എനിക്ക് പിടിച്ചു തരും പ്ലീസ്. ഒരു മിനിറ്റ്. മഗധീരെ ഈച്ചയും പിടിച്ചവൻ ചന്ദനവഴയും പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അടുത്ത് കോമ്പിറ്റൻസി അന്വേഷിച്ച് വന്നിരിക്കുന്നു. നിങ്ങൾ സീരിയസ് ആണ്? ഇഫ് സോ, ആക്ച്വലി ഞങ്ങൾ അല്പം തിരക്കിലാണ്. ഞങ്ങളിപ്പോൾ അവതാരം 2ന്റെ RFPയിലാണ്. അവതാരം ഏത്? ആ ദിലീപ് പടമോ? ഛേ, ഇത് ഹോളിവുഡ് ക്യാമറൂൺ ചേട്ടന്റെ പടമല്ലേ? മറ്റേ വിയറ്റ്നാം കോളനി ഇംഗ്ലീഷിലാക്കിയത്. സത്യത്തിൽ വിയറ്റ്നാം കോളനിയുടെ കഥ അങ്ങനെ പറഞ്ഞു കൊടുത്തത് ഞങ്ങളാണ്. ഓ, അവതാർ 2 അത് നിങ്ങളാണോ എടുത്തു കൊടുക്കുന്നത്? തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ കേപ്പബിലിറ്റി ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ക്യാമറോൺ ചേട്ടൻ പറഞ്ഞത് ഞങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. കൊടുത്ത റിപ്പോർട്ട് വെച്ച് അവതാർ 20 പിടിക്കാമെന്ന്. സോ പുള്ളി തന്നെ അവതാർ 2 എടുത്തോളാം. അവതാർ 20 ആകുമ്പോൾ വിളിക്കാമെന്ന്. എങ്ങനെയെങ്കിലും നിങ്ങൾ എൻ്റെ ഈ പടം ഒന്ന് എടുത്തു തരണം. ഡയറക്ടർ ശങ്കറാണ് നിങ്ങളെ സജസ്റ്റ് ചെയ്തത്. നിങ്ങൾ സൂപ്പറായി പടം പിടിക്കുമെന്നും പറഞ്ഞു. ഇതോടുകൂടി ഞാൻ ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ടറാകും എന്നും പറഞ്ഞു. നിങ്ങളും ശങ്കറും അത്ര രസത്തിലല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, ഈ വിശ്വദാസ് ചുമ്മാ നമ്പർ ഇട്ടതല്ലേ. ഞങ്ങൾ തന്നെ ഇത് പിടിച്ചു തരാം. കഥയെന്ന് പറഞ്ഞേ കേൾക്കട്ടെ.
ഇത് ഞങ്ങൾ തന്നെ എടുക്കാം. രാജമൗലി എന്തെങ്കിലും പേര് മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ബാഹുബലി. ഒരു പഞ്ചില്ല, ഒരു പഞ്ച് പേര് ഞാൻ സജസ്റ്റ് ചെയ്യാം, തങ്കബലി. ബട്ട് എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഇതൊരു ഗ്ലോബൽ പടമായതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ കീടിലമാകണം. ഈ റേഞ്ചിലുള്ള പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇന്ന് ലോകത്ത് ഒരു ഡിസ്ട്രിബ്യൂട്ടേഷനായി കഴിയും, സൺ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ജർമ്മനി. ഓക്കെ, അവരെ കിട്ടാൻ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ കഥയിലെ 1-2 ഭാഗം ഷൂട്ട് ചെയ്ത് അവരെ കാണിച്ചാൽ മതി. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നും നോക്കാനില്ല. പിന്നെ നിങ്ങളല്ലേ പടം പിടിക്കുന്നത്, ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ. അപ്പോൾ ഈ കോൺട്രാക്ട് കിട്ടിയെന്ന് ഞങ്ങൾ വിചാരിച്ചോട്ടെ. പിന്നെന്താ, നിങ്ങൾ ധൈര്യമായി ഷൂട്ടിംഗ് ആരംഭിച്ചോളൂ. ഞാൻ എന്നാ പോയി പിന്നെ വരാം. ഓൾ ദ ബെസ്റ്റ്. അടിച്ചു മോനെ, കൊളുത്തട പടക്കം. അണ്ണ പടം റെഡിയായോ? റീൽ എവിടെ? ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യട്ടെ. എന്റെ ജർഷദെ, ഷൂട്ടിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഒരു കഥ കിട്ടിയിട്ടേ ഉള്ളൂ. ഓഹോ, ഞാൻ വിചാരിച്ചു ഷൂട്ടിംഗ് കഴിഞ്ഞ് പടം റെഡിയാണ്. ഒരു കാര്യം ചെയ്യും, പടം തീരുമ്പോൾ ഒരു പടക്കം പൊട്ടിച്ചേക്ക്, ഞാൻ എത്തിയേക്കാം. തിയേറ്ററിലോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്തോ റീലെത്തിക്കാൻ എന്നെ പോലെ എടുക്കാൻ വേറെ ആരും ഇല്ലല്ലോ. വിശേട്ടാ, കുറെ നാൾ കൂടിയാ നമുക്കൊരു ഹൈ ബഡ്ജറ്റ് പടം കിട്ടുന്നത്, നമുക്കൊന്ന് ആർമാദിക്കണ്ടേ? മേല ഓഫീസിൽ കിടന്ന് ഈ പൊക്കുതരം കാണിക്കരുത്. മുതലാളി, ചങ്ക ചക, നമുക്ക് പുതിയൊരു പടത്തിന്റെ കോൺട്രാക്ട് കിട്ടി. കിട്ടിയോ? കിട്ടിയോ എന്ന് ചോദിച്ചാ കിട്ടിയില്ല, കിട്ടിയില്ലേ എന്ന് ചോദിച്ചാ കിട്ടി. പക്ഷെ കിട്ടിയ പോലെയാണ്. ജാനുവരിയിൽ ഷൂട്ടിംഗ് തുടങ്ങും. എന്താ പറഞ്ഞേ? ജനുവരിയിലും? ഒരു മിനിറ്റ്. എടിയേ, മക്കളുടെ കല്യാണത്തിന്റെ ഡേറ്റിലെ കൺഫ്യൂഷൻ ഒക്കെ മാറി കേട്ടോ. ഡിസംബറിൽ തന്നെ രണ്ടും നടത്തണം. ഡിസംബറോ? അത് വളരെ അടുത്തായി പോയില്ലേ? രണ്ടാമത്തെ മോളുടെയെങ്കിലും നമുക്ക് ജനുവരിയിലേക്ക് ആക്കിയാലോ? ഏയ്, അത് പറ്റില്ല. രണ്ടും ഡിസംബറിൽ തന്നെ വേണം. ഒരു മോളെ നല്ലവണ്ണം കെട്ടിച്ചിട്ട് രണ്ടാമത്തേനെ വെറും കൈയോടെ എങ്ങനെയാ പറഞ്ഞു വിടുന്നത്? അതെന്താ? എന്റെ കുറെ പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ് ഉണ്ട്. ലവന്മാര് ജനുവരിയിൽ പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുക. പണ്ട് അവന്മാര് ഓസ്ട്രേലിയയിലും കാനഡയിലും ഒരേ സമയം 2 പടം എടുത്തു. എന്റെ തറവാട് പണയപ്പെടുത്തിയ അന്ന് ഞാൻ കടം കൊടുത്തു തീർത്തു. സോ അവന്മാര് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ രണ്ടിന്റെയും കല്യാണം കഴിപ്പിക്കും. ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളെ ഒന്ന് വിശ്വസിക്കും മുതലാളി. ഇത്തവണ എന്തായാലും ഞങ്ങൾ കലക്കും. ഓക്കെ, എന്നെ നോക്കിയും കണ്ട് നടത്തണം. ഒരു കരിങ്കൽ പാറി മുതലാളി കുറച്ച് ചുളയിറക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് അത് കുളമാക്കല്ല. ശരി മുതലാളി, ഈ പടം നമ്മൾ മെഗാ ഹിറ്റാക്കും. എന്നാ ശരി, പറഞ്ഞ പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം. അപ്പോ അതീഷേ, കൊച്ചിക്ക് പോകുന്നില്ലേ? എന്തിന്? അല്ല, സാധാരണ എങ്ങനെയാണല്ലോ. അല്ല, എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ ഉടനെ കൊച്ചിക്ക് പോകാറുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എന്നാ ഞാൻ കൊച്ചി സ്റ്റുഡിയോ വരെ പോയി അവന്മാരോട് ഈ സന്തോഷ വാർത്ത ഒന്ന് പറഞ്ഞിട്ട് വരാം. ഡ്രൈവർ, വണ്ടി എടുക്കും. ഓ, കൊച്ചിയിലേക്ക് ന്യൂസ് ഒക്കെ അവന്മാർ ഓൾറെഡി അറിഞ്ഞാണ്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ വ്യാജ സീഡി ഇറക്കുന്നവന്മാരാ അവന്മാര്. എന്തായാലും പോയിട്ട് വാ. ദിവസങ്ങൾ കടന്നു. അല്ല, എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ ഉടനെ കൊച്ചിക്ക് പോകാറുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഹാപ്പി പൂജ. പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ എല്ലാവരും പൂജയ്ക്ക് എന്തായാലും പോയിട്ട് വാ. ദിവസങ്ങൾ കടന്നുപോയി. സ്ക്രിപ്റ്റ് റൈറ്റർ സനൂപിന്റെ നേതൃത്വത്തിൽ സ്ക്രിപ്റ്റ് പൂർത്തിയായി. ഇന്നാണ് സ്ക്രിപ്റ്റിന്റെ പൂജ. പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ എല്ലാവരും പൂജയ്ക്ക് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ അനവസരത്തിലുള്ള ആ ഫോൺ കോൾ വീണ്ടും വന്നു.
ഫോൺ നമ്പർ കണ്ടിട്ട് ജപ്പാനിൽ നിന്നുള്ള കോളാണല്ലോ. തങ്കപ്പ സാർ കോൾ എടുക്കൂ. ഏതോ ചാനലുകാർ ചീത്ത പറയാൻ വിളിക്കുന്നതാണ്. കർത്താവേ, ഇതാ ചാനലുകാർ തന്നെ ആയിരിക്കണേ. ആ ബിജു പ്രഭാകരനായിരിക്കല്ലേ? ചാനലുകാരുടെ ചീത്ത പിന്നെ സഹിക്കാം. കസ്റ്റമറേക്കാൾ ആത്മാർത്ഥതയാ അവന്. ഹലോ ഹലോ, ഓ ഇത് അവൻ തന്നെയാണ്. ആ ബിജു പറയൂ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ എല്ലാ സീരിയലിനും നല്ല റേറ്റിംഗ് അല്ലേ? റേറ്റിംഗ് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. കഴിഞ്ഞ ആഴ്ച ഫ്യൂജി ചാനലിൽ ടെലികാസ്റ്റ് ചെയ്ത സീരിയലിന്റെ അവസാനം എഴുതി കാണിച്ചത് ഈ സീരിയൽ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വെണ്ണിലാ വിഷൻ എന്നാണ്. ആ ഫ്യൂജിക്കാർ എന്നെ തല്ലില്ലെന്നുള്ളൂ. ഓഹോ, അതുകൊണ്ടൊന്നും തീർന്നില്ല അണ്ണാ. ആ ഭക്തചാനലായ ടിവിയിൽ ത്രിസന്ധിക്ക് കാണിക്കാൻ കൊടുത്തയച്ചത് രാഗിണി MMSന്റെ സീഡിയാണ്. ഞാനത് കണ്ടുപിടിച്ചുകൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. എന്നിട്ട് ആ CD എവിടെ? അത് ഞാൻ ഭദ്രമായിട്ട് എന്റെ റൂമിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും കൊടുത്തു വിട്ടു. എന്നാ പിന്നെ മുഴുവനായിട്ട് കൊടുത്തു വിട്ടൂടാ. ഞാൻ ആ പാക്കേജ് മുഴുവൻ തപ്പി നോക്കി. രണ്ടാമത്തെ CD കൊടുത്തയച്ചിട്ടേ ഇല്ല. എന്റെ ഫ്ലോ ഒന്ന് പോയി. പുല്ല്, ഞാൻ വെക്കാം. ഓ, ആരെല്ലാം മിസ്സായ CD ഒന്ന് കൊടുത്തേക്ക്. കുറച്ചു കാലത്തേക്ക് ശല്യം ഉണ്ടാവില്ല. സ്ക്രിപ്റ്റ് റൈറ്റർ സനൂപ് അല്ലേ വരുന്നത്? കയ്യിലൊരു വലിയ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ. എഴുതി തീർത്ത സ്ക്രിപ്റ്റോ? അതും ഷൂട്ടിങ്ങിന് മുമ്പ്? എൻ്റെ ദൈവമേ, ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഇത് നമ്മൾ തകർക്കും. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇനി മരിച്ചാലും വേണ്ടൂല. പേപ്പർ ചുളുങ്ങണ്ട എന്ന് കരുതി ഈ ബുക്കിൽ വെച്ചുകൊണ്ടുവന്നാണ്. ഇതാണ് സ്ക്രിപ്റ്റ്. വെറുതെ ആശിച്ചു. ആ കിട്ടിയത് കിട്ടി. എന്താണെന്ന് നോക്കാം. യുദ്ധം. ഈ പേപ്പർ യുദ്ധം എന്ന് മാത്രം എഴുതിയിട്ടുള്ളല്ലോ. സനൂപേ, ആരൊക്കെ തമ്മിലാണ് യുദ്ധം? അതിപ്പോ ഒരു യുദ്ധമാകുമ്പോൾ രണ്ട് പക്ഷക്കാരുണ്ടാകുമല്ലോ. അപ്പോ ആരാ യുദ്ധത്തിൽ ജയിക്കുന്നത്? അതിൽ ഇപ്പോഴും ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, സൺ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് രണ്ട് കുടുംബക്കാരുടെയാണെന്ന്. തങ്കബലി ജയിക്കണമെന്നാണ് ജർമ്മൻ കുടുംബം പറയുന്നത്. പോരാ, ബെല്ലാലദേവൻ ജയിക്കണമെന്നാണ് ടർക്കി കുടുംബം പറയുന്നത്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. രണ്ടുപേരും ജയിക്കുന്നതായി ഷൂട്ട് ചെയ്യാം. ടർക്കിയിൽ പടം റിലീസ് ചെയ്യുമ്പോൾ ബെല്ലാലദേവനും ജർമ്മനിയിൽ തങ്കബലിയും ജയിക്കുന്നതായി കാണിക്കാം. വെറൈറ്റി അല്ലേ? ആരെവിടെ ജയിക്കണമെന്ന് നമ്മൾ പാരാമീറ്റർ ഇട്ട് പിടിക്കും. യുദ്ധം മാത്രം എഴുതിയാൽ എങ്ങനെ ഷൂട്ട് ചെയ്യാനാണ്? ഈ യുദ്ധമല്ലേ ഇമ്പോർട്ടൻറ്റ് സീൻ. ഓ സോറി, ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് തന്നില്ല അല്ലേ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. യുദ്ധത്തിന്റെ തലേ രാത്രി മകിഴ്മതിയുടെ അന്തരീക്ഷം പ്രക്ഷുബ്ധമാണ്. അപരാഹ്നതയുടെ തീരങ്ങളിൽ അകാല വിളക്കുകൾ തെളിയുന്നു. നിലാവിൽ കുടിച്ചു നിൽക്കുന്ന ആ ഒറ്റപ്പനയിൽ ഒരു വെള്ളിമൂങ്ങ ചലിച്ചു. സോറി, വീട്ടിൽ നിന്നാണ്. ഹലോ, ഞാൻ പിന്നെ വിളിക്കാം. ഛേ, ആ ഫ്ലോ അങ്ങ് പോയി. അപ്പോ മൂങ്ങ ചലിച്ചു. ഞങ്ങളുടെ ഇവിടെ കാക്കയാണ് എന്നൊക്കെ അറിയുന്നത്. എന്നാൽ ഈ സിനിമയിൽ മൂങ്ങ ഇങ്ങനെ കരഞ്ഞാൽ മതി. സ്ക്രിപ്റ്റിൽ ഒരു മാറ്റവും വരുത്തില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒരു ഇളം കാറ്റിൽ തങ്കബലിയുടെ അന്തപുരത്തിലെ കർട്ടൻസ് ആടുന്നു. ഹോ, ഇത്രയൊക്കെ ഡീറ്റെയിലിങ്ങിന്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ സപ്പോർട്ടിങ് സീൻസ് അല്ലേ? മെയിൻ സീൻ യുദ്ധം, അതിനെ കുറിച്ച് പറ. ഡീറ്റെയിലിംഗ് വേണം. ഇനി ആരും സ്ക്രിപ്റ്റിനെ കുറ്റം പറയരുത്. അങ്ങനെ കലുഷിതമായ മനസ്സോടുകൂടെ തങ്കബലി ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം യുദ്ധം കഴിഞ്ഞ
യെസ്, കഴിഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾക്ക് അടിപൊളിയായി ഷൂട്ട് ചെയ്യാമല്ലോ അല്ലേ, ലക്കി ബോയ്സ്. എന്തൊക്കെ ബിൽഡപ്പായിരുന്നു. വേണ്ടാത്തതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഒറ്റപ്പന, നീലാവ്, വെള്ളിമൂങ്ങ, അകാൽ വിളക്ക്. ശരി ശരി. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ജോലികളെല്ലാം പൂർത്തിയായി. ഇനി നമ്മുടെ സിനിമാ കമ്പനിക്ക് ആധുനിക രീതികൾ പ്രയോഗിച്ച് സിനിമ പിടിക്കാൻ കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഐ മീൻ എ ന്യൂ ജനറേഷൻ മൂവി മേക്കിംഗ്. പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എവിടെ? പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. മഹാറാണി താനിത് എവിടെ പോയി കിടക്കുക? ഞാനിവിടെ ഉണ്ടേ. എനിക്ക് വട്ടാകുന്നുണ്ട്. ലൈറ്റ് ബോയ് തൊട്ട് ജൂനിയർ ആർട്ടിസ്റ്റുമാർക്ക് വരെ ഇവിടെ ഷോർട്ടേജ് ആണ്. ഡയറക്ടേഴ്സിനും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനും മാത്രം ഒരു കുറവുമില്ല. അഭിനയം മൊത്തം പഠിച്ചു കഴിഞ്ഞപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിനെ എല്ലാം ഐസഞ്ചാരം ചാനലിലേക്ക് അങ്ങ് വിട്ടു. ആ കൊറിയൻ സീരിയലിന്റെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് അയച്ചു കൊടുത്തോ? കൊടുത്തേ. പിന്നെ ഈ ആഴ്ചത്തെ അയച്ചു കൊടുത്തിട്ടില്ല. പിന്നെ അല്ലേ അടുത്ത ആഴ്ചത്തെ. ആ ബ്ലൂ മനോരമ ചാനലിലെ രാത്രി 11:30 പടം ഓക്കെ അല്ലേ? ഓക്കെ ആണേ. ബാക്കിയൊന്നും ടെലികാസ്റ്റ് ചെയ്തില്ലേലും ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യിക്കാൻ നല്ല ശുഷ്കാന്തിയാ. എക്സൽ എന്ന് എന്റെ ഡോക്യുമെന്ററി എയർ ചെയ്തോ? പിള്ളേർക്കത് വളരെ വിജ്ഞാനപ്രദമാവും. ചെയ്തേ. പിന്നെ പിള്ളേർക്ക് വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുമല്ലേ. അപ്പൊ എല്ലാം ഓക്കെ ആണല്ലോ? ഒന്നും പറയണ്ട. ആ ജപ്പാൻ സീരിയലിൽ അഭിനയിക്കാൻ ഇന്നലെ ജൂനിയർ ആർട്ടിസ്റ്റ് വന്നില്ല. പിന്നെ ഞാനങ്ങ് കിമോണ ഇട്ടങ്ങ് അഭിനയിച്ചു. കാലക്കി അങ്ങനെ തന്നെ വേണം. എന്നെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കരുത്. ഇതൊക്കെ നിങ്ങളുടെ ലെവലിൽ തന്നെ നിങ്ങൾക്ക് അണ്ടൈൻ ചെയ്തു. ഞാനിവിടെ കിടന്ന് പണിയെടുത്ത് ചാവും. മെസ്സിൽ ആളില്ലെങ്കിൽ കറിക്കരിഞ്ഞു കൊടുക്കണം. സ്റ്റണ്ടിന് ആളിനെ എത്തിക്കണം. പബ്ലിസിറ്റിക്ക് ആളില്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കണം. ഇനി കെട്ടിയാടാൻ വേഷം ഒന്നുമില്ല. എനിക്ക് വയ്യാണ്ടായി. സാർ ആ ഐറ്റം ഡാൻസർ വന്നിട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്റെ പൊന്നോ, ഇനി അതും കൂടി ചെയ്യാത്ത എന്റെ കുറവേ ഉള്ളൂ. മഹാറാണി ഓടുകയൊന്നും വേണ്ട. ഐറ്റം ഡാൻസിന് വേറെ ആളെ നോക്കാം. തൽക്കാലം മഹാറാണി ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ട്. പാട്ട് സീൻ തന്നെ ഷൂട്ട് ചെയ്തേക്കാം. ആ ഇതാരാ? ക്യാമറമാൻ കിട്ടുമല്ലേ? ഹോളിവുഡിൽ നിന്ന് കൊണ്ടുവന്ന ക്യാമറമാൻ കിട്ടു. ഭയങ്കര ടെക്നോളജി സ്പെഷ്യലിസ്റ്റാ. ഓ ശരിയാ, ഞാനും കേട്ടിട്ടുണ്ട്. ഈ ലോകത്ത് ഇതുവരെ ഇല്ലാത്ത ക്യാമറ ടെക്നോളജിയെ കുറിച്ച് അവൻ എപ്പോഴും സംസാരിക്കുന്നുണ്ട്. ഈ ക്യാമറ ഇപ്പൊ എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്? നടി വെള്ളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പൊ ക്യാമറയും വെള്ളത്തിലേക്ക് ചാടട്ടെ. അല്ലേ ഡയറക്ടർ വിശ്വാസ്? സീനിയർ ഡയറക്ടറൊക്കെ ആയില്ലേ? ഇതുപോലുള്ള കൂതർ നമ്പറൊക്കെ ഇനിയെങ്കിലും നിർത്താറായില്ലേ? ദൈവമേ, ഇവൻ വീണ്ടും വന്നാ? പണ്ട് ഇവന്റെ മുഖത്ത് നോക്കി നോക്കി എന്റെ പെരലിക്ക് വെള്ളമേണ്ട. എക്സാലോജിക് എക്സാഡേറ്റ ലെൻസ് കൊണ്ടുവരാൻ പറയും. പിന്നെ ഈ ആംഗിൾ ശരിയല്ല. ക്യാമറ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സാർ ഫോക്കസ് എവിടെയാണ്? നിങ്ങൾ എപ്പോഴും പഴയ കാലഘട്ടത്തിലാണ്. ന്യൂ ട്രെൻഡ്സ് ഒന്നും അറിയില്ല. റാസ്ബെറി പൈസ് ഇവിടെയാണ് ഇരിക്കുന്നത്. നമ്മൾ ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഒരു മിറർ വെക്കും. അപ്പോൾ ഇവിടെ നടക്കുന്നതെല്ലാം കാണാൻ പറ്റുമല്ലോ. സമ്മതിക്കണം കിട്ടൂന്. ഞാൻ പറയാം 13. മഹാറാണി ഡാൻസ് മാസ്റ്റർ കിട്ടിയോ? ഡാൻസും ആക്ഷനുമാണ് പടത്തിന്റെ ഹൈലൈറ്റ്. ഒരാളുണ്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡാൻസ് മാസ്റ്റർ കം ഫൈറ്റ് മാസ്റ്റർ ആണ്. ആരാണത്? അങ്ങനെ വേഗം വിളിക്കൂ. ആള് ജനറൽ ഡയറക്ടറാണ്. വിളിച്ചാൽ വരുമോ ആവോ? My biological name is Michael Elias Dallas Elias Chubit. എന്താ ഒരു വെടിശബ്ദം? പടം റിലീസായ
റിലീസായോ അതോ റിലീസായ പടം പൊട്ടിയോ? ഇത് നമ്മുടെ ഡാൻസ് മാസ്റ്റർ ഡാരി സാറല്ലേ? ഇത്രയ്ക്ക് പോപ്പുലറായ എന്നെ നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ല അല്ലട ജാട. നീ പോയി കിടന്ന് ഉറങ്ങ്. പടം ഡിസ്ട്രിബ്യൂട്ട് ആവാറാവുമ്പോൾ വിളിക്കാം. പറയൂ ബോയ്സ്, ഫൈറ്റ് വേണോ ഡാൻസ് വേണോ അതോ ഫൈറ്റ് വിത്ത് ഡാൻസ് വേണോ? ഡാൻസ് മതി. ബൈ ദ ബൈ, ഡാൻസിന്റെ സിറ്റുവേഷൻ എന്താണ്? നായികയുടെ അച്ഛൻ മരിച്ചു കിടക്കുന്നു, നായിക വിഷമത്തോടുകൂടി നിൽക്കുന്നു. വാവ്, ഡിലൈറ്റ്ഫുൾ മൊമെന്റ്. ഇതാ പിടിച്ചു. നിർത്ത്, കോളം ആക്കരുത്. ഒരു മരണ സീനാണ്. ഇതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണല്ലോ. ഇഷ്ടപ്പെട്ടില്ല? ഡോണ്ട് യു ലൈക്ക്? സിലി ബോയ്സ്. ഓക്കെ, നമുക്ക് മരണ സീൻ വേണ്ട, പാട്ട് സീൻ മതി. ജിഡോണി മരണ വീട്ടിൽ കയറി റാപ്പ് മ്യൂസിക് ഇടാതെ. തൊട്ട് തേങ്ങിയത് നിങ്ങളുടെ ടീം സെൽഫി കണ്ടില്ലല്ലോ. സെൽഫി കുൽഫി. ഇവിടെ പടം എങ്ങനെ ഇറക്കുമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോഴാ ആ ടെക്നിക്കൽ ഡയറക്ടേഴ്സ് എവിടെ? അത് പറഞ്ഞപ്പോ ഓർത്ത് ഞാൻ കൂടെ അങ്ങോട്ട് പോട്ടെ. അവരെല്ലാം ബാത്റൂമിൽ നിന്ന് സെൽഫി എടുത്തോണ്ടിരിക്കുക. ഇവന്മാർ ഈ ബാത്റൂമിൽ നിന്ന് എന്തിന്റെ സെൽഫിയാണോ എടുക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സെൻസർ ചെയ്യാതെ ഒറ്റ പടം നമ്മുടെ ഫോട്ടോയിൽ ഇടാൻ സമ്മതിക്കില്ല. ലേഡീസ് ടോയ്ലറ്റ് കയറി ഫോട്ടോ എടുക്കണേ. സോറി പെങ്ങളെ, ബാത്റൂം അറിയിപ്പതാ. എന്നാ ഒരു കാര്യം ചെയ്യും, ഡാലിയസും കിട്ടും കൂടെ പോയി പാട്ട് ഷൂട്ട് ചെയ്യും. ഓക്കെ, കം ഓൺ കിട്ടു, ലെറ്റ്സ് ജസ്റ്റ് ബ്ലാസ്റ്റ്. ഹോ, പാട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, സദാമാനമായി. ജിബോയ്, ഇന്നലത്തെ ചിക്കൻ ഇച്ചിരി മുറ്റായിരുന്നു കേട്ടോ. കഴിച്ചിട്ട് ഇലാസ്റ്റിക് പോലെ ഇരുന്നു. ആ ഇലാസ്റ്റിക്കാണ് ഞാൻ നോക്കി നടന്നത്. ഇന്നലെ കിച്ചണിൽ വെച്ച് നായികനെ ഉട്ട് തയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിക്കൻ ഇളക്കാൻ പോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഇലാസ്റ്റിക് കാണാനില്ല. ഓ എന്റെ ദൈവമേ, കിച്ചണിലിരുന്നാണോ നിങ്ങൾ തയ്ക്കുന്നത്? ഇവിടെ ചോദിച്ചാൽ മതി. ഇതും കൂടെ നോക്ക് എന്ന് പറഞ്ഞ് ഒരു ബന്ധമില്ലാത്ത 3 ടീമിനെയാണ് എനിക്ക് നോക്കാൻ. ഇപ്പൊ ആകെ മൊത്തം ടോട്ടൽ മെസ്സാണ്. പടം റിലീസായല്ലേ? ഇല്ലല്ലേ? ഇതെന്താ പായസോ? കൊള്ളാലോ, ഇവിടുത്തെ മെസ്സേജ് സൂപ്പർ തന്നെ. മാരമംഗലം ബിർള നമ്മുടെ പടക്കമില്ലേ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ദീപാവലിക്ക് പടക്ക സപ്ലൈ ചെയ്യാൻ അവനും അവാർഡ് കൊടുത്തേക്കാം. യു ക്വാളിഫൈ ഫോർ ദിസ് അവാർഡ് ഫോർ അറേഞ്ചിങ് പടക്കംസ് ഫോർ മാനേജേഴ്സ് അസൈൻമെന്റ്. ഇവന് പടക്കത്തിന്റെ ഇടപാടും ഉണ്ടായിരുന്നു. ഇവനെ പണ്ടേ പരിചയപ്പെടേണ്ടതായിരുന്നു. അതെന്താ? കാരണം പിടക്കങ്ങൾ പണ്ട് മുതലേ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ന്യൂ ജനറേഷൻ ഡയറക്ഷൻ ഒരു പ്രതിസന്ധി നേരിട്ടു. വലിയൊരു പ്രതിസന്ധി. കാട്ടാളന്മാരിൽ തന്നെ വളരെ റെയർ ബ്രീഡായ കാലകേയന്മാരുടെ ഓൾഡ് ജനറേഷൻ ഭാഷ കിലുക്കി. അത് കണ്ടുപിടിക്കാൻ നമ്മുടെ കമ്പനിക്ക് പറ്റിയിട്ടില്ല. ഈ പ്രതിസന്ധി എങ്ങനെ നമ്മൾ തരണം ചെയ്യും നോക്കാം. ഇത് നമ്മൾ എന്ത് ചെയ്യും? സെയിം കോൺട്രയാണല്ലോ. എത്രയും പെട്ടെന്ന് കാടന്മാരുടെ ഭാഷ ഉണ്ടാക്കിയെടുക്കണം. എന്തായാലും കൊച്ചിയിലേക്ക് ഒന്ന് വിളിക്കാം. ഈ ഉടായ്പ പരിപാടിക്കൊക്കെ അവന്മാരാ ബെസ്റ്റ്. ഹലോ കൊച്ചി, ഹലോ ജിബോയ്, ഹലോ വിശ്വദാസ്. ആ ലാസ്റ്റ് പറഞ്ഞാൽ മാത്രം കേട്ടില്ല, അതിന് മുന്നേ പറഞ്ഞ ക്ലിയർ ആണ്. അതിന് ഞാൻ ആൾപ്പാട് ഹലോ എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. സോറി, ഇങ്ങനെ പറഞ്ഞ് ശീലമായി പോയി. ഹോ, കട്ടായല്ലോ. വല്ലപ്പോഴും അവന്മാരൊന്ന് ക്ലിയർ ആയിട്ട് ലൈനിൽ കിട്ടുന്നത്. എന്തായാലും ഒന്നും കൂടെ വിളിച്ചു നോക്കാം. ഹലോ ജിബോയ്, ഒരു പൊട്ട ഫോണും കോൺഫറൻസ് റൂമും എപ്പോ വിളിച്ചാലും ഫോണിൽ കൂടെ എന്ന് മാത്രമേ കേൾക്കൂ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഐഡിയ എന്താ വിശ്വദാസ്?
ഞാനൊരു പേപ്പറിൽ കാളികന്മാരുടെ കാട്ടുഭാഷ എഴുതാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് കീഴടങ്ങണം. എത്രയോ ദൂരദേശങ്ങൾ ഞങ്ങൾ കീഴടക്കിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളെ മൂക്കോണ്ട് ഞങ്ങൾ ഇഷ ഇമ്മ ജഡ്ജ ഞഞ്ഞ ഡഡ റണ്ണ എന്ന് വരപ്പിക്കും. ഇത് കാണാൻ ഞാൻ എന്റെ സ്വന്തം ആനപ്പുറത്ത് വരും. എന്റെ സ്വന്തം ആനപ്പുറത്ത് വരും. ഇതാണ് വലിയ ഐഡിയ. ഇത് മലയാളമല്ല. ഇനി ഞാൻ നമ്പർ കാണിച്ചു തരാം. ജിബോയെ അവന്റെ ഫോൺ ഒന്ന് വിളിക്കട്ടെ. ആ ജിബോയ് പറയുന്നു ചേട്ടാ, ഞാൻ നിന്റെ മെയിലിലേക്ക് ഒരു ഡയലോഗ് അയച്ചിട്ടുണ്ട്. നീ അതൊന്ന് വോയിപ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കേൾപ്പിച്ചേ. ചേട്ടാ വോയിപ്പിൽ പറഞ്ഞാൽ ഒട്ടും ക്ലിയർ ആവില്ല. ഞാൻ മൊബൈലിലൂടെ പറയാം. പറ്റില്ല വോയിപ്പിലൂടെ തന്നെ വിളിക്കണം. ആ ജിബോയ് എത്ര ദൂരദേശ നമ്മ കീഴട സ്വന്തം ആന വരാം. ഇതാണ് നമ്മുടെ ഭാഷ. കിൽക്കി കലക്കി. അങ്ങനെ ഒരു ദിവസം സമാനമായി. ഡയറക്ടർ തങ്കപ്പൻ ഇതൊരുപാട് ഇടപാടായി പോയിട്ടോ. ഇതാരും ആശാശരത്തോ എന്തായി സെൻസറിങ് ഒക്കെ? ഇങ്ങനാണ് ഞങ്ങൾ സെൻസർ ചെയ്യില്ല. അയ്യോ അതെന്ത് പറ്റി? പാഠം ഇതുവരെ പാക്ക് ചെയ്തിട്ടില്ല, പിന്നെ എന്താണ് സെൻസർ ചെയ്യാൻ? നിങ്ങൾ ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇതെല്ലാം നിങ്ങളുടെ ലെവലിൽ തന്നെ കണ്ടെയ്ൻ ചെയ്യണം. എനിക്ക് ഇതൊന്നും അറിയണ്ട. നിങ്ങൾ ആ സ്ക്രിപ്റ്റ് എങ്കിലും എടുത്ത് വെച്ച് സെൻസർ ചെയ്യും. ഇങ്ങനെയാണ് സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇറക്കിയാൽ മതി. ഓ പിന്നെ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ തന്നാൽ വലിയ കേമാണ്. കഴിഞ്ഞ തവണ ഭക്തപൂജയുടെ സെൻസർ ചെയ്യാൻ തന്നിട്ട് എന്തായി? ഒരു പാട്ട് സീൻ നായിക കുട്ടിപ്പാവാണ ഇട്ടു പറഞ്ഞു നിങ്ങൾ സെൻസർ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് സെൻസർ ചെയ്ത് കാണില്ലേ? ലവന്മാര് സെൻസർ ചെയ്ത് കഴിഞ്ഞപ്പോ പാവാട സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും പടം ഇറങ്ങിയില്ലേ? ഉവ്വ യു സർട്ടിഫിക്കറ്റ് വെച്ചിറക്കേണ്ട ഭക്തകുചേല അവസാനം പേര് മാറ്റി ഏത് സർട്ടിഫിക്കറ്റോടുകൂടി ഭക്തരലി എന്നും പറഞ്ഞ ഇറക്കിയത്. ഒരു അബദ്ധമൊക്കെ ഏത് മന്ത്രത്തെയും ഹദീസിനും പറ്റും. എന്തൊക്കെയായാലും എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് ചെയ്താൽ അത് പറ്റില്ല. പ്രൊഡക്ഷൻ കമ്പനിക്ക് രാജിവെച്ച് പോകുന്നവരുടെ ഗുഡ് ബൈ പോസ്റ്റ് അടിക്കുന്നത് സെൻസർ ബോർഡിലെ മെയിൻ ആളായ താറാവാണ്. ആഴ്ചയിൽ 10-12 പേര് പോകുമ്പോ പോസ്റ്റർ അടിക്കാൻ തന്നെ 2 ദിവസം വേണമെന്നാ താറാവ് പറയുന്നത്. നല്ല ഗ്രേസ് ഉള്ള കൊച്ചില്ലേ, അത് തന്നെ. പിന്നെ ജിമ്മി മമ്മിയും ഷൂട്ടിന് പോയേക്കോ. അപ്പൊ ലെവലില്ലേ നിശ്ചൽ ബേബി ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ. അവനും പിള്ളേരും കൂടെ പട്ടായം പോയേക്കോ. വിശ്വട്ടൻ തെറ്റിദ്ധരിക്കണ്ട, ആയുർവേദ ചികിത്സക്കാണ്. ഒഴിച്ചിലുണ്ട്, പിഴിച്ചിലുണ്ട്, തിരുമ്മലുണ്ട്, കടവലുണ്ട്. സെൻസർ ചെയ്താലും ഇല്ലെങ്കിലും അടുത്ത ആഴ്ച തന്നെ സർട്ടിഫിക്കറ്റ് തരും. ആശ്വാസമായി. ഓടി നടന്ന് സിനിമയുടെ ഡയറക്ഷൻ പൂർത്തിയായി. പടം റിലീസ് ചെയ്യാനായി ജർഷദ് റീലുമായി ജർമ്മനിയിലേക്ക് യാത്രയായി. അതേസമയം കല്ലേറും കൂക്കുവിളികളും നേരിടാനായി PST അഥവാ പോസ്റ്റ് സപ്പോർട്ടീവ് തിയേറ്റേഴ്സ് ടീം സരൺ ബിയുടെ നേതൃത്വത്തിൽ തയ്യാറെടുത്തു. നമ്മുടെ പടം പൊടിപൊളിക്കുമോ? ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ പിള്ളേരൊക്കെ എവിടെ പോയി? മൻസൂറേ അവൻ കഴിഞ്ഞ ആഴ്ച പോയി. ഷഫീഖേ അവനും പോയി. ഷുക്കൂറേ അൻസാറേ ഹക്കീമേ അവരാരും ഇവിടെ ഇല്ല. ഞാൻ മതിയോ? ഇതാര്? ബാബ സുരേഷ്. എന്താ ഇവിടെ? എനിക്കിവിടെ ജനറൽ മാനേജറായി ജോലി കിട്ടി. നാഗദേവതകൾ കഴിഞ്ഞു. ഇയാളെന്താ പാമ്പിനെ പിടിക്കാതെ ഇവിടെ ഇരിക്കുന്നത്? എങ്ങനെ പിടിക്കും? എല്ലാവരും പാമ്പിന്റെ ചുറ്റും നിന്ന് സെൽഫി എടുത്ത് കളിക്കല്ലേ. അങ്ങോട്ട് ചിലവര് ഗ്യാപ്പ് കിട്ടണ്ടേ. പാമ്പാട്ടല്ലേ നിർത്ത. റിലീസായ പടത്തിന്റെ കാര്യം എന്തായോ എന്തോ. ദൈവമേ, ജർമ്മനിയിൽ നിന്നാണല്ലോ. ഞാൻ ഫോണൊന്ന് എടുത്തു നോക്കട്ടെ. അയ്യോ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്താ പ്രശ്നം? പഴയ പ്രശ്നം
എന്നാണ് ഇനി ഇതിൽ നിന്ന് മോചനം കിട്ടുന്നത്? തിയേറ്ററിനകത്ത് 2 പേർക്ക് ഒരേ സീറ്റ് കിട്ടിയിരുന്നു. നല്ല വീതിയുള്ള സീറ്റാണ് ആണെങ്കിൽ 2 പേരും കൂടി ഒന്നാ അഡ്ജസ്റ്റ് ചെയ്താൽ പോലെ അല്ലേ രക്ഷേ? ഏയ് പണ്ട് ഇതുപോലെ വെണ്ണിലാവിഷൻ തിയേറ്ററിൽ ഒരേ സീറ്റ് കിട്ടി വരുത്തിയ വേറെ തന്നെ മടയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എത്തിയതാണ്. എന്നിട്ട് എന്തായി? ഈ പാട് കണ്ടോ? കണ്ടു. കൂടുതലൊന്നും പറയണ്ടല്ലോ. വരട്ടെ, അങ്ങനെയാണെങ്കിൽ എന്റെ അനുഭവത്തിന് വിളിച്ചിട്ട് അതേ തിയേറ്ററിൽ ഒരാൾക്ക് 2 സീറ്റ് കിട്ടിയാണ്. നമുക്ക് അവനെ തപ്പിടുക അല്ലേ തങ്കപ്പാ? അതിനൊന്നും സമയമില്ല. ഇതെല്ലാം ഞാൻ മുൻകൂട്ടി കണ്ടതാ. കുറെ പേരെ പ്ലാസ്റ്റിക് കസേല തിയേറ്ററിന് പുറത്ത് നിർത്തിയിട്ടുണ്ട്. സാറിനെ അവനോട് കഥ രാത്രി കയറ്റിയിടാൻ പറ. സമർത്ഥൻ പണ്ഡിതൻ അത് ഞാൻ ഏറ്റു. ജർമ്മനിക്ക് വിളിച്ചു നോക്കാം. ഹലോ ജർഷദ്, എന്തായി? വലിയ ഗുണമൊന്നുമില്ല. ഞാൻ പ്രതീക്ഷിച്ചതൊന്നായിട്ടില്ല. ഓ മൈ ഗോഡ്, ക്ലൈമാക്സ് ആണോ പോയത്? ക്ലൈമാക്സോ? വലിയ ഗുണമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ തിന്നോണ്ടിരിക്കുന്ന ബർഗറാ. പടം തുടങ്ങിയിട്ടില്ല. എന്നിട്ട് ഞാൻ പിന്നെ വിളിക്കാം. ഇതൊന്നും തിരുത്തോട്ടെ. എന്നാ ശരി. ബർഗറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നിങ്ങൾക്കൊന്നും കിട്ടിയില്ല. പണ്ട് ജർഷൽ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ പടം റിലീസിനും ഒരു ആഘോഷം പോലെയായിരുന്നു. ഞങ്ങൾക്കൊന്നും ഇല്ലേ ഡയറക്ടർ രാജേഷ്? ഈ ഷോ ഒന്ന് കഴിഞ്ഞോട്ടെ. ഷോ കഴിഞ്ഞാണ് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ സാറിന്. ഹലോ ദർശൻ, എന്തായി? എങ്ങനെയുണ്ട്? സൂപ്പറാണ്, സൂപ്പർ. രണ്ടും സൂപ്പർ. ഓ, ബർഗർ കൂടാതെ അവൻ പിസ്സ വാങ്ങിച്ചാ പറഞ്ഞത്. എടാ, ഭക്ഷണത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പണം എന്തായി? അണ്ണാ അതാ പറഞ്ഞത്. രണ്ടും സൂപ്പർ. എന്റെ ബർഗറും നമ്മുടെ പടവും. ശരിക്കും ഹിറ്റ് അണ്ണാ, ഹിറ്റ്. ബമ്പർ ഹിറ്റ്. എല്ലാ ഷോയും ഹൗസ്ഫുള്ളാ. 2 ആഴ്ചത്തേക്ക് ടിക്കറ്റ് നോക്കേ വേണ്ട. ഇത് പണ്ട് ഞാൻ കാനഡയിൽ പറഞ്ഞതുപോലെ സത്യം. പിന്നെ തന്നെ പിന്നെ തന്നെ അടിച്ചു പോലെ. പണ്ട് നമ്മൾ ഡാൻസ് കളിച്ച് പിടിച്ച് ഓർമ്മല്ലേ? നിർത്തുന്ന മക്കളെ, കളിച്ചു കളിച്ചോ, എല്ലാം ഞാൻ അറിഞ്ഞു. ആഹ്ലാദിപ്പേൻ ആഹ്ലാദിപ്പേൻ. എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ നീ. കേറി വാ മക്കളെ, കേറി വാ.